നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. തൽക്കാലം എന്റെ യാത്ര തടയാൻ ആന്റിക്ക് പറ്റുമായിരിക്കും. എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് ഗൗതം സാറിനെ തെറ്റിദ്ധരിപ്പിക്കാനും ആന്റിക്ക് കഴിയുമായിരിക്കും. പക്ഷേ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അഴിക്കാൻ പോയിട്ട് ഒന്ന് തൊടാൻ പോലും ആന്റിക്ക് പറ്റില്ല. നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? ആന്റിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ നിഷേധിക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. ചന്ദ്രികയെ പോയി കാണാമെന്ന് ഇവളോട് പറഞ്ഞത് ഞാനാ. കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം തീർക്കാൻ ഞാൻ ഏടത്തിയുടെ റൂമിലേക്ക് വരാം. ആദ്യം ഇവളെ ഒന്ന് ഒതുക്കട്ടെ. എന്നെ ഒതുക്കാൻ ആന്റി ഇനി കഷ്ടപ്പെടണ്ട. ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല, അകത്ത് തന്നെ ഇരുന്നോളാം. ദാ കാറിന്റെ ചാവി ഇതും കൂടി വെച്ചോ. വാ അമ്മേ. കാർ എടുക്കാൻ വന്നിരിക്കുന്നു. പെട്രോൾ അടിക്കണമെങ്കിൽ തെണ്ടണം, അതാ വർഗം. വസുവിനെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പാർവതി? എന്നിട്ടെന്തിനാ പിന്നെ നിധിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിച്ചത്? അവളുടെ സങ്കടം എത്ര നേരം കണ്ടു നിൽക്കാൻ പറ്റിയ? അത് പോട്ടെ, ആ വീട്ടുകാർക്ക് നിധിയെപ്പറ്റി എന്ത് തോന്നും? അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ? നമ്മുടെ മക്കള് നമ്മളെ കാണാൻ വന്നില്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം സങ്കടം തോന്നും? ഒക്കെ ശരിയാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള മനസ്സൊന്നും വസുവിനില്ല. ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല. ഇവിടെ എനിക്കെതിരെ ഗൂഢാലോചന നടത്തുമായിരുന്നു അല്ലേ? ഗൂഢാലോചനയോ? നീ ഇങ്ങനെയൊന്നും പറയല്ലേ വസു. ഏട്ടൻ കൂടുതൽ നിഷ്കളങ്കനാവണ്ട. എന്റെ മനസ്സിനെ കുറിച്ച് ഏട്ടൻ കുറ്റം പറയുന്നത് ഞാൻ കേട്ടു.